ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ പെൻഡാസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് പെൻഡാസ് സ്റ്റോക്ക് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 വെറൈറ്റീസോളപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പെച്ചിനോട് ഏകദേശം ഒരു സാമ്യം തോന്നുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഇതും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുമാണ്. അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്. ഇതിൻ്റെ ഓരോ കളറുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്. നമുക്ക് എന്താ പറയുക, അധികം മറ്റുള്ള പ്ലാന്റുകളുടെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ്. വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഒരിക്കലും നാശമായി പോകില്ല. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ അയക്കുന്നത്. നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ പൂക്കളും കാണാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഫ്ലവറും നല്ല അത്യാവശ്യം വലുപ്പമുള്ളതും നല്ല പ്ലാന്റും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നല്ല കളറുകൾ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതുമാണ്. അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. ചൈനീസ് ബോൾസ് ഇതേപോലെ ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ കയ്യിലൊരു 10 കളറോളം ഇപ്പോൾ നമ്മളൊരു കോംബോ പോലെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 280 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും ഏത് സമയത്തും പൂക്കൾ വിരിയുന്നതും ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായി വളർത്തിയെടുക്കാൻ പറ്റുന്നതും പിന്നെ അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇടുന്നത്. നല്ല ഭംഗിയാണ്. എപ്പോഴും പൂക്കൾ വിരിയുന്നതും മറ്റുള്ള പൂക്കളെ പോലെ അല്ല, അത്യാവശ്യം വലിയ പൂക്കളായിട്ട് വിരിയുന്ന പ്ലാന്റും കൂടിയാണ്. ഇത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഇതിന്ന് തണ്ട് മുറിച്ചിട്ട് നമുക്ക് ഒരു കുപ്പിയിലെ വെള്ളത്തിലിട്ടിട്ട് വേര് ആക്കിയിട്ടും നടാം. എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് ബോൾസം. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 280 രൂപയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രഞ്ചിയൻ്റെ ഒരു കോംബോ നമ്മൾ 5 കളറായിട്ടുള്ള ഒരു കോംബോയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 270 രൂപയാണ്. ഇതും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് നമ്മൾ അയച്ചു തരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂ വിരിഞ്ഞാൽ പെട്ടെന്ന് ഇത് കൊഴിഞ്ഞു പോവില്ല, കുറേ ദിവസം നിലനിൽക്കും. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രഞ്ചിയൻ്റെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ക്യാറ്റസിൻ്റെ ഒരു 12 കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 കളറും നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനും നല്ല ഭംഗിയുള്ള പൂക്കളുമാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം എല്ലാ ചെടികൾക്കും ഒഴിക്കുന്ന പോലെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നനവനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നമ്മൾ ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിൻഡോ സൈഡിലോ അധികം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിൽ അധികം നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ലത് നമുക്ക് ഇൻഡോറിൽ വയ്ക്കുമ്പോൾ വിൻഡോ സൈഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ സാധാ ആയിട്ടും വെച്ച് വളർത്തിയെടുക്കാം. 12 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 270 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി സമയങ്ങളിലാണ് കേട്ടോ. പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം. അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഫിറ്റോണിയ പ്ലാന്റ് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇലകളുടെ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഓരോ ഇലകൾക്കും പലതരത്തിലുള്ള ഡിസൈൻസാണ്. അതും നല്ല ഭംഗിയാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ ഒരേ കളർ പോലെ തോന്നും, പക്ഷേ അത് വ്യത്യാസങ്ങളുണ്ട്. നല്ല ഇലകളുടെ ഡിസൈനിലും എല്ലാത്തിലും നല്ല വ്യത്യാസങ്ങളുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതും നമുക്ക് ഇൻഡോറിൽ വെച്ചിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ഇൻഡോറിൽ എവിടെ വെച്ച് വളർത്തുമ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്താൻ മാത്രം പരമാവധി ശ്രമിക്കാം. ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നനവനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത്
കുറച്ച് മണൽ, അധികം ചകിരിച്ചോറും മണൽ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി. ഈ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ ഇതിലെപ്പോഴും ഒരു ഈർപ്പം ഇരിക്കും. അതുകൊണ്ടാണ് നനവനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് നല്ല പോട്ടിൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് 10 കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 380 രൂപയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. റൂട്ടഡ് പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇത് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. ഇതേ സൈസിലുള്ള പ്ലാന്റാണ്. അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. കമേലിയൻ്റെ ഒരു 4 വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കമേലിയ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് പൂക്കൾ പെട്ടെന്ന് പൂക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റിനെ പോലെ പെട്ടെന്ന് പൂക്കൾ വിരിയില്ല. എന്നാൽ പിന്നെ പൂക്കൾ വിരിഞ്ഞാൽ പിന്നെ എപ്പോഴും പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പൂക്കൾ കാണുമ്പോൾ പെട്ടെന്ന് റോസാപ്പൂവാണെന്ന് നമുക്ക് തോന്നും. നല്ല കട്ടിയുള്ള പൂവാണ് കേട്ടോ.